എല്ലാവർക്കും കമ്മോഡിറ്റി ട്രേഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ദീപാവലി സെലിബ്രേറ്റ് ചെയ്തു. വലിയ ഒരു വീഡിയോ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്, ഒരു ഡീറ്റെയിൽ അനാലിസിസ്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടാർഗറ്റുകളും നിഫ്റ്റിയും ക്രൂഡും റെസ്പെക്റ്റ് ചെയ്തു ആൻഡ് ട്രേഡഡ് വെൽ. എല്ലാ ടാർഗറ്റ്സും എടുത്തു, റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ അത് റെസ്പെക്റ്റ് ചെയ്തു. എല്ലാവരും അതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ഐ ഹോപ്പ് സോ. അപ്പോൾ നമുക്ക് ഈ ആഴ്ച, അതായത് വരുന്ന തിങ്കളാഴ്ച തൊട്ടുള്ള നിഫ്റ്റിയുടെയും ക്രൂഡ് ഓയിലിൻ്റെയും ഒരു ചലനം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. അപ്പോൾ ഇന്ന് ടെക്നിക്കൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. നമ്മളിന്ന് മേജറായിട്ടുള്ള പോയിന്റ് കോവിഡ് ആണ്. കോവിഡ് അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് ഈസ് എ വില്ലൻ ആൻഡ് സ്റ്റിൽ അൺടൈമബിൾ. അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് കൂടി വരികയാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും മേജർ കൺസേൺ. എന്നുവെച്ചാൽ വൈറസിന്റെ വാക്സിൻ കണ്ടുപിടിച്ചെങ്കിലും ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അത് ക്രൂഡിനെ സംബന്ധിച്ചോളം ഒരു മാസം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്യാപ്പാണത്. അപ്പോൾ ഏകദേശം അടുത്ത കൊല്ലം, അതായത് 2021 ഒരു മാർച്ച് ഏപ്രിലെങ്കിലും ആവും ഇത് ഒരു എന്താ പറയുക പ്രോപ്പർ ഒരു സിസ്റ്റമാറ്റിക് വേ, അല്ലെങ്കിൽ എല്ലാവർക്കും എത്തി ഇത് എല്ലാവർക്കും ഇഞ്ചെക്ട് ചെയ്യാനാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്ന രീതിയാവുമ്പോഴേക്കും ഒരു കുറച്ച് കാലയളവുണ്ട്. അതിന് ഒരു 3-4 മാസം എടുക്കും. അത് തന്നെ ക്രൂഡിനെ ആ ഒരു 3-4 മാസം എങ്ങനെ ക്രൂഡ് ബിഹേവ് ചെയ്യും എന്നുള്ളത് വെച്ചാൽ അണ്ടർ പ്രഷറാണ്. ഈ കോവിഡ് ഇങ്ങനെ കൂടുകയാണ്, വാക്സിൻ്റെ ടൈം 3-4 മാസം എടുക്കുമെന്ന് പറയുമ്പോൾ അത് വളരെയധികം ക്രൂഡിൻ്റെ അതായത് യൂസേജിനെ ബാധിക്കും. ഇൻവെൻട്രി കൂടി വരും. അപ്പോൾ അത് എഗെയിൻ ഒരു പ്രഷർ വരികയാണ് പ്രൈസിന് താഴോട്ട് വരാൻ. അപ്പോൾ അത് നോട്ട് അറ്റ് ഓൾ ഒരു പോസിറ്റീവ് സൈഡ് അല്ല. ക്രൂഡ് കോവിഡ് എത്രത്തോളം കൂടുന്നു അത് നല്ലൊരു സൈൻ അല്ല. ക്രൂഡ് അഗൈൻ പ്രഷേർഡ് ആവും അടിയിലോട്ട് വരാൻ. പിന്നെ ലിബിയയുടെ സപ്ലൈ ഓൾമോസ്റ്റ് റീച്ച് ത്രഷോൾഡ് ഓഫ് ദെയർ മാക്സിമം കോട്ട. അതായത് മാക്സിമം ഒരു 1.2 എത്രയോ മില്യൺ ആണ്, 1.28 മില്യനോ മറ്റോ ആണ് ഒരു മാക്സിമം പമ്പ് ചെയ്യാൻ പാടുള്ളത്. അതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് OPEC പ്ലസ് വന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, ഒപ്പെക്കും ഒപെക് പ്ലസും ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 മില്യൺ കണ്ടിന്യൂ ചെയ്യണം. അവർ പറയുന്നത് അത് ഞങ്ങൾ ഈ 2 മില്യൺ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടാന്നിരിക്കാനുള്ളൊരു തീരുമാനം എങ്ങാനും അവരെടുക്കുകയാണ്. ഈ ഡിസംബർ 30-ാം തീയതിയാണ് മീറ്റിംഗ്. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എഗെയിൻ ക്രൂഡിനെ വളരെയധികം ഇൻവെൻട്രീനെ മോശമായി ബാധിക്കും. പ്രൈസസ് എഗെയിൻ എന്താ പറയുന്നത് സ്ലൈഡ് ചെയ്യാനുള്ള എല്ലാ ചാൻസും പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ ക്രൂഡിൻ്റെ ഒരു എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം, കൺസേൺ എന്ന് പറയാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഗ്രാഫിലോട്ട് പോകാം. ഗ്രാഫിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ ക്രൂഡിൻ്റെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 14-ാം തീയതി തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെയിം റേഞ്ചിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം 0.5 3098 കണ്ടോ, 3098ഉം അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇത് നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ പ്രൈസ് ലേബിൾ, ഒരു മിനിറ്റ് ഞാൻ മാർക്കർ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഹിയർ ഇസ് എ ബ്രഷ്. അപ്പോൾ നമ്മൾ കണ്ടോ ഇത് 3098 ഈ ഒരു റേഞ്ചിനെ, അതുപോലെ തന്നെ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 3171 ടച്ച് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ക്രൂഡ് നിന്ന് കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് 14-ാം തീയതി തൊട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം എന്താ പറയുന്നത് വളരെ അച്ചടക്കത്തോടു കൂടി അതിൻ്റെ ഉള്ളിൽ മേലെ പോവുക, അടിയിലോട്ട് സ്വിങ് ചെയ്യുക. അപ്പോൾ ബാക്ക് ആൻഡ് ഫോർത്ത് ഇവിടെ ഇങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ സം ന്യൂസ്. അപ്പോൾ ഈ ഡിസംബർ 31-ാം തീയതി ന്യൂസ് ഉണ്ടല്ലോ, അത് ഈ മാസാവസാനം ഡിസംബർ അല്ല, ഈ മാസാവസാനത്തെ ന്യൂസ് വളരെ ക്രൂഷ്യലാണ്. ഡിസംബറിലേക്കുള്ള ഡിസംബർ 1-ാം തീയതി എടുക്കുന്നത് ഒപ്പെക്കിന്റെ മീറ്റിംഗ് 29-31 അറിയില്ല. ഈ മാസം എൻഡിലാണ് അവരുടെ ഡിസിഷൻ വരുന്നത്. അപ്പോൾ അവരെന്ത് തീരുമാനം എടുക്കുന്നോ, കട്ട് ചെയ്യാനുള്ള തീരുമാനമാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോഴത്തെ 2 മില്യൺ കട്ട് നിലനിർത്തുകയാണ് അടുത്ത 6 മാസം തുടങ്ങി, നല്ല ന്യൂസാണ്. അത് ചിലപ്പോൾ അത് ഈ വാക്സിൻ ന്യൂസ് വന്നതോടുകൂടി നിങ്ങൾക്ക് കാണാം ക്രൂഡ് ഇവിടെ വളരെയധികം പെട്ടെന്ന് കണ്ടോ, ഇവിടെ നിന്നുള്ള ആ ബുള്ളിഷ്നെസ് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ക്രൂഡ് ദിവസമായിട്ടുണ്ട് 2971 താഴോട്ട് വരാനുള്ള ഒരു ഉദ്ദേശവും ക്രൂഡിനില്ല. അത് മാത്രമല്ല, ഈവൻ 3068 താഴോട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രൂഡ് വരാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെയധികം ബുള്ളിഷായിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് എ ഗുഡ് സൈൻ. അതായത് എങ്ങനെയും മാർക്കറ്റ് മേലോട്ട് പൊട്ടിക്കാനാണ് സാധ്യത. അതായത് ഈ 3227 എടുക്കുക എന്നുള്ളതാണ്. ഈ 3227 എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ പോകുന്നത് 3338 3300 റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ 3300 റേഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഇതുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം
ഫിബൊനാച്ചി ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അടുത്ത ഒരു 3300 റേഞ്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട്, അതായത് സാധ്യത പെട്ടെന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത 3300 ആണ്. അപ്പോൾ 3285 ഒക്കെ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ 3280 250 ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് ഒരു ഗുഡ് ന്യൂസ് മതി. അത് ഒപെക് പ്ലസിന്റെ ഗുഡ് ന്യൂസ് ആവാം, കോവിഡ് ശമിച്ചു എന്നുള്ള ഗുഡ് ന്യൂസ് ആവാം, എന്തോ ആവട്ടെ. ഞാൻ പറയുകയാണെങ്കിൽ ഇനിയൊത്ത ഡിപ്പുകൾ ഇപ്പൊ നമ്മൾ 3031 ഒക്കെ നല്ല ബൈയിങ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ 2971 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ടു എൻ്റർ ദ മാർക്കറ്റ്. നമ്മൾ മിസ് ചെയ്യരുത്, എൻ്റർ ചെയ്യുക. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഡെലിവറി എടുക്കുക. ഡെലിവറി ക്ലയൻസിനാണ് ഞാൻ പറയുന്നത്. ഇൻട്രാഡേക്കാർക്ക് ഉറപ്പായിട്ടും ഇൻട്രാഡേ ചെയ്യാം. ഉറപ്പായിട്ടും നല്ല ഇവിടെ നിന്നൊക്കെ നല്ല പുൾ ബാക്സ്, അതായത് ഇപ്പോൾ ഈ 3031 എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് 20-30 പുൾ ബാക്സ് ലഭിക്കും. പക്ഷേ ഇപ്പൊ ഇന്ന് ഫ്രൈഡേ നിങ്ങൾക്ക് അറിയാം നല്ലൊരു ക്ലോസിങ്, അതായത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫ്രൈഡേ അഗെയിൻ 3134-35 റേഞ്ചിലാണ് ക്ലോസിങ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ക്ലോസിംഗ് ഇപ്പൊ ഇവിടെ കണ്ട ഈ ഒരു ക്യാൻഡിലാണ് 3134-35 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷവും മേലോട്ട് കുറച്ച് പോയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മൺഡേ ഓപ്പണിംഗ് ഈസ് വെരി ക്രൂഷ്യൽ. മൺഡേ ഇത് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ സം ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്. ഈ സാധനം 3226 ഒക്കെ മൺഡേ തൊട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ഗുഡ് ന്യൂസ് ആണ്. അല്ല ബാഡ് ന്യൂസ് ആണെങ്കിൽ വലിയൊരു ഡ്രോപ്പ് ആയിരിക്കും. അത് നേരെ 2972ലേക്ക് അഗെയിൻ വീഴാനുള്ള എല്ലാ സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ക്രൂഡിനെ സംബന്ധിച്ചോളം ഇപ്പൊ വളരെ അതായത് ഒരു സ്വിംഗ് ട്രേഡേഴ്സിന് ഏറ്റവും നല്ലതാണ്. അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് ഒരു പ്രത്യേക ലെവലിൽ നിന്ന് വളരെയധികം ഈസി ആയിട്ട് ട്രേഡ് ചെയ്യുക. അത് 3170 നിന്ന് നേരെ വരുന്നത് 3068 ഈ ഒരു റേഞ്ചിൽ കിടന്നിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ന്യൂസ് ഒന്നുമില്ല, ന്യൂട്രൽ ആയിട്ടാണ് പോകുന്ന മാർക്കറ്റ് വെച്ചാൽ നമുക്ക് ഈ ഒരു റേഞ്ച് കുറച്ച് ദിവസം കൂടി കാണാം. അണ്ടിൽ അറ്റ്ലീസ്റ്റ് 31st വരെ, ഐ മീൻ എൻഡ് ഓഫ് ദ മന്ത് വരെ നമുക്ക് ഈ ഒരു റേഞ്ച് കാണാം. അതിനുശേഷം ഈ ഒപെക് പ്ലസിന്റെ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബ്രേക്ക് ത്രൂ. അതായത് ഈ 3226 പൊട്ടിച്ച് വളരെ ഈസി ആയിട്ട് അത് ബുള്ളിഷാണ് മാർക്കറ്റ്. ഇനി ഒരിക്കലും താഴോട്ട് വരുന്നുള്ള ഒരു പ്രതീക്ഷ വെക്കേണ്ട. വരുന്നത് ബൈയിങ് ഓപ്പൺ, അതായത് നമുക്ക് കാണാം കറക്ഷൻ മുഴുവൻ ഇവിടെ കറക്ഷൻ വന്നു, അപ്പൊ തന്നെ ആൾക്കാരെ അത് ബൈ ചെയ്തു. ഇവിടെ കണ്ടോ കറക്ഷൻ വരുന്നത് മുഴുവൻ ആൾക്കാർ ബുള്ളുകൾ മേടിച്ചു കൂട്ടുകയാണ്. അപ്പൊ ആൾക്കാർ ഒരു ബുള്ളിഷ് മോഡിലാണ് നിൽക്കുന്നത്. ആർക്കും സെല്ല് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പേടിയാണ്. എന്ന് വെച്ചാൽ ഈ 3-4 കമ്പനികൾ വൈറസിന്റെ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഗുഡ് ന്യൂസസ് എപ്പോഴും പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്ത് ഏത് സമയവും വരാമെന്നുള്ള ഒരു ഇതിലാണ് ആൾക്കാർ, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ആൾക്കാർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് us ഹോപ്പ് നമുക്ക് അതായത് ഒരു ബൈയിങ് അടിയിലോട്ട് കറക്റ്റഡ് ആവുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് ഇനി ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഹോൾഡ് ചെയ്യുക. ജനുവരി കോൺട്രാക്റ്റ് ഒക്കെ മേടിച്ചിടാൻ പറ്റിയത് നല്ലതാണ്. ഡിസംബർ 10-15 കൂടി എന്നുവെച്ചാൽ മാർക്കറ്റ് ക്വയറ്റ് ബുള്ളിഷാണ്. അപ്പോൾ നമുക്കിനി നിഫ്റ്റിയിലോട്ട് കിടക്കാം. നിഫ്റ്റി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു 12,920 ആ റേഞ്ചൊക്കെ എടുത്തുപോയി. ഞാനിപ്പോൾ ഇപ്പോഴത്തെ പുതിയ ടാർഗറ്റ്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എല്ലാ ടാർഗറ്റ്സും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, എല്ലാ ടാർഗറ്റ്സും അച്ചീവ് ചെയ്തു, കറക്റ്റായിട്ട് അത് റെസ്പെക്റ്റും ചെയ്തു ഓരോ പോയിന്റുകൾ. ഈ ഒരു ആഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 12,972 ഹൈ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 800 സംതിങ്ങിലായിരുന്നു നമ്മൾ ട്രേഡ് ചെയ്തിരുന്നത്, 700 റേഞ്ച് ആയിരുന്നു. പക്ഷെ അതൊക്കെ പൊട്ടിച്ച് 972 ഓൾമോസ്റ്റ് 13,000 എത്തി. നമുക്കപ്പോൾ ഇനി മേലോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം മറ്റേ നിഫ്റ്റി മേലോട്ട് പോവുകയാണെങ്കിൽ 13,794 പുതിയ ഒരു ടാർഗറ്റ് മേലോട്ട് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഇടത്താവളങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 13,155, 13,278, 13,378. 13,378 ഒരു മേജർ ആ 0.5 മേലോട്ട് 13,378 ആയിരിക്കും നമ്മുടെ ഇനി അടുത്ത ഒരു ടാർഗറ്റ് എയിം നിഫ്റ്റിയുടെ. അതുവരെ പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മാക്സിമം കാണുന്നത് മേലോട്ട്. പെട്ടെന്ന് തന്നെ എത്താവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക നല്ലൊരു ഗുഡ് ന്യൂസ് ഈ വാക്സിൻ തന്നെ വന്നു എന്ന് കേട്ടാൽ പെട്ടെന്ന് ചിലപ്പോൾ അതിലോട്ടൊക്കെ ചാടി 13,378 റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ 13,477 വിച്ച് ഈസ് എന്താണ് 0.61 സിൽവർ ലൈൻ. അതായത് ഈ ഒരു റേഞ്ച് 13,500 തന്നെ പറയാം, ഓൾമോസ്റ്റ് 500ലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഈ വാക്സിൻ്റെ ഗുഡ് ന്യൂസോ എന്തെങ്കിലും ആയിരിക്കാം. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ വരാം. വാക്സിൻ്റെ ഒരു സക്സസ്ഫുൾ റേഷ്യോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയമായിരിക്കും അടുത്ത ഒരു അതിൻ്റെ നിഫ്റ്റിയുടെ കുതിപ്പിനെ സഹായിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കറക്ഷൻസ് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇടയിൽ ചില ബാഡ് ന്യൂസുകൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അത് 687,
അതുപോലെ തന്നെ മാക്സിമം 464 ഇസ് എ ഗുഡ് ബൈയിങ് പോയിന്റ്. 307 ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. അത്രയും ബാഡ് ന്യൂസ് വന്നാൽ മാത്രമേ 307ലേക്കൊക്കെ വരുള്ളൂ. അല്ലാത്ത പക്ഷം 464 പെട്ടെന്ന് കാണാം. ഈവൻ 307 ഇട്ട് വെക്കാവുന്നതാണ് നമുക്ക് സാധ്യത. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിഫ്റ്റി ക്വൈറ്റ് ബുള്ളിഷ് ആണ്, വേൾഡ് മാർക്കറ്റും ബുള്ളിഷ് ആണ്. അതുപോലെ കറക്ഷൻസ് നമ്മൾ മേടിച്ചു കൂട്ടുക, ദാറ്റ് വിൽ ഷുവലി റിവാർഡ് യു. ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുന്നത് ഒരു സാധ്യത മേലോട്ട് കാണുന്നുണ്ട് വരുന്ന ആഴ്ചകളിൽ. ഒപ്റ്റിമിസ്റ്റിക് ആവുക, എല്ലാവരും ബൈ ചെയ്യുക, ചാൻസസ് മിസ് ചെയ്യരുത്. എസ്പെഷ്യലി ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ 307 അല്ലെങ്കിൽ 150 വരികയാണെങ്കിൽ ഡോണ്ട് പാനിക്, ഒന്നും സംശയിക്കേണ്ട. എൻ്റർ ദ മാർക്കറ്റ് ആൻഡ് ഹോൾഡ് ഇറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 1 month. നിങ്ങൾക്ക് നല്ല റിവാർഡ് കിട്ടും. അപ്പോൾ നമ്മളൊരു ഓയിൽ ചാർട്ട്, ക്രൂഡ് ഓയിലിൻ്റെ ഡോളർ ചാർട്ടും കൂടി ഒന്ന് നോക്കാം. ക്രൂഡ് ഓയിലിൻ്റെ ഡോളർ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു റേഞ്ച് 42 റേഞ്ച് ആയിരുന്നു കേട്ടോ. ഈ 42 റേഞ്ചിൽ ഇന്നലെ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് ശരിക്കും ടോപ്പിലാണ്. 4250 ആക്ച്വലി 4244 ആയിരുന്നു അതിൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ റെസിസ്റ്റൻസ്. അത് പൊട്ടിച്ചു. ഇപ്രാവശ്യം പൊട്ടിക്കുകയല്ല, അത് ശരിക്കും അവിടെ നിൽക്കുകയാണ്, ആ ഒരു എഡ്ജിൽ നിൽക്കുകയാണ്. എന്താണ് അടുത്തതെന്നുള്ള രീതിയിൽ വാതിൽ തുറന്നു കിട്ടിയാൽ മേലോട്ട് പായാനുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് നമുക്കറിയാം 44.35 44 എന്ന് വേണേൽ പറയാം. അപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു കുതിപ്പെന്ന് പറയുന്നത് 200 പോയിന്റ് മേലോട്ട് 44ലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ മറ്റേ റുപ്പി ചാർട്ടിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പം നിൽക്കുന്നത് കറക്റ്റ് 3135 ആ റേഞ്ചിലാണ്, 3140 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഫ്രൈഡേ തന്നെ നമുക്ക് കാണാം 3171 വരെ, അല്ലെങ്കിൽ നോട്ട് ഫ്രൈഡേ, അതിന് മുന്നത്തെ ദിവസങ്ങൾ 3171 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഇനി 3226 ആണ് നിഫ്റ്റിക്ക്. അതാണ് ഒരു മേജർ റെസിസ്റ്റൻസ്. 3226 പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 3263 285 മെയിനായിട്ട് 3304ലേക്കാണ് കുതിപ്പ്. അപ്പോൾ അതായത് ഈ $44 അടുത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ MCXലെ നമ്മൾ ഈ പറഞ്ഞ ടാർഗറ്റുകളൊക്കെ ഈസി ആയിട്ട് ക്രൂഡ് അച്ചീവ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഈ ഒപെക് പ്ലസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനങ്ങൾ മോശമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കാണാൻ പോകുന്നത് 40.62 എന്നുള്ള മേജർ സപ്പോർട്ടാണ്. 40.62 പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം എന്താ പറയുക 39-36 ആ റേഞ്ചിലേക്കൊക്കെ പോവും. അത് വളരെ എന്താ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഫോർ എക്സാമ്പിൾ 40-10 ആണ് ഇപ്പോഴത്തെ ഒരു മേജർ സപ്പോർട്ട്. 40 പൊട്ടിക്കാതെ ക്രൂഡ് നിലനിന്ന് പോകണം, എന്നാലാണ് നമുക്ക് ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഗെയിൻ ഇറ്റ് ക്യാൻ ടെസ്റ്റ്, പെട്ടെന്ന് തന്നെ അടിയിലോട്ട് പോയി 38-78ലേക്കൊക്കെ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. 39, 36, 38, 77 പെട്ടെന്ന് കാണാം. അത് അധികം നേരം വേണ്ട, എന്തെങ്കിലും ബാഡ് ന്യൂസ് വന്നാൽ മതി. ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. ചില ഇപ്പോൾ ഈ വൈറസിന്റെ വാക്സിനൊക്കെ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. വളരെയധികം സമയം വേണം, അതൊന്നും പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അമേരിക്കയിലെ രാഷ്ട്രീയം, പൊളിറ്റിക്കൽ ഒരു എന്താ പറയുന്നത് അന്തരീക്ഷം വളരെ മോശമാണ്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് ഇതിനെ പുൾ ബാക്ക് ചെയ്യാൻ വീഴ്ത്താനുള്ള സാധ്യത കൂടുതലാണ്. പിന്നിലോട്ട് വലിക്കും ക്രൂഡിനെ. അങ്ങനെ വലിക്കുകയാണെങ്കിൽ ഭാഗ്യമെന്ന് കൂട്ടാൻ മേടിക്കാൻ സഹായിക്കും എല്ലാവരെയും. അത് 38.77, 39, 36 ഒക്കെ ഒരു ബൈയിങ് പോയിന്റ് ആയിട്ട് എല്ലാവരും എടുക്കുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ട്രേഡ് കെയർഫുള്ളി. ഓക്കെ, സ്റ്റോപ്പ് ലോസുകൾ ഇട്ട് എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. സോ ടേക്ക് കെയർ, ബൈ ബൈ. അടുത്ത ആഴ്ച കാണുന്നവരെ.